മഹാനായ സയ്യിദുന അൽ ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു മഹാനാണ്. കഴിഞ്ഞ ഒരു ദിവസത്തിന്റെ വാതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ മുലപ്പാൽ കുടിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ് ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു. ആ മുലപ്പാലിന്റെ ബർക്കത്തുകൊണ്ട് ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഒരു മഹാനായി ഹസൻ അൽ ബസരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഒരു ഉമ്മ കടന്നു വരും. എന്നിട്ട് പറഞ്ഞു, ഹസൻ ബസരി തങ്ങളെ മോള് മരിച്ചു പോയിട്ടു. എനിക്ക് ആകെയുള്ളത് ഒരു മോളാണ്. മോള് മരിച്ചു പോയിട്ടുണ്ട് മഹാനവറുകളെ. അതുകൊണ്ട് ഇനി ആ മോളെ ഒന്ന് സ്വപ്നത്തിൽ കാണാൻ എനിക്ക് വലിയ ഒരു ആഗ്രഹം. നമുക്കാരൊക്കെ കുടുംബത്തിലാരെങ്കിലും മരിച്ചു പോയാലും ഉമ്മയും മരിച്ചു പോയാലും ഒരു സ്വപ്നം കിട്ടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും മനസ്സിൽ. കണ്ടാലും വലിയ സന്തോഷം. പലരോടൊക്കെ ഞമ്മ പറയും ഉമ്മനെ കണ്ടിട്ടുണ്ട്, ഉപ്പാനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആ ഉമ്മാന് വലിയൊരു ആഗ്രഹമാണ് മോളെ ഒന്ന് കാണണം. അപ്പൊ അതിന് എന്താ ചെയ്യേണ്ടത്? മോളെന്ന് സ്വപ്നത്തിൽ കാണാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഹസൻ അൽ ബസരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സഹോദരി, ഒരു ഉമ്മ പറയുമ്പോ ഹസൻ അൽ ബസരി പറയാൻ ഓതാൻ ആ ഉമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ആ ഉമ്മ അത് ഓതി. അതിൽ അന്നത്തെ രാത്രി ആ ഉമ്മക്ക് തന്റെ മകളുടെ സ്വപ്നം കണ്ടു. മകളുടെ സ്വപ്നം കാണുകയാണ്. താഗോസ്താദ് അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച വരികളാണ്. മകളും എനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. അവളും എനിക്ക് നീ കാണണം സ്വപ്നത്തിലായി. എനിക്കൊരു മോളുണ്ടായിരുന്നു, അവൾ മരിച്ചുപോയി. ഹസൻ ബസരി തങ്ങള് അവളെ ഒന്ന് എനിക്ക് സ്വപ്നത്തിൽ കാണണോ? അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്, കിട്ടേണ്ടതും മതി അത് തേടി വന്നവാളാണ്. തങ്ങളോട് പറയാം, അതിനുള്ള വഴിയും താങ്കളിൽ നിന്നാണ്. എന്ത് ചെയ്യണോ അതിങ്ങൊന്ന് പറഞ്ഞു തരൂ. കിട്ടേണ്ടതും അത് തേടി വന്നവളാണ്. അത് തേടിയിട്ട് ഞാൻ വന്നതാണ്. എന്റെ മോളൊന്ന് കാണും. പറഞ്ഞു കൊടുത്തു. മോളെ കണ്ട് മോളെ സ്വപ്നത്തിൽ കണ്ടിട്ടാകെ ബേജാറ്. മോള് ഇല്ലാത്ത ഒരു പരിതാപകരമായ ഒരു അവസ്ഥയിലാണ് ഉമ്മ മോളെ കണ്ടത്. രണ്ട് കൈയും കാലും ചങ്ങല കൊണ്ട് കെട്ടിയിട്ട് വലിയ ബേജാറോട് അതാപം അനുഭവിക്കുന്ന ഒരു രംഗം തന്റെ ഉമ്മ മോളെ കാണാൻ സ്വപ്നത്തിൽ. ആണെന്നോ കണ്ടിട്ട് ബേജാറായി. വീണ്ടും മഹാനായ ഹസൻ ബസരി തങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹസൻ ബസരി തങ്ങളെ കാണേണ്ടതില്ലായിരുന്നു ഉസ്താദേ. കണ്ടിട്ട് ബേജാറായി പോയി. എന്റെ മോള് വല്ലാത്ത ഒരവസ്ഥയിലാണ്. ഈ അവസ്ഥ, ഈ ഒരു വിഷയം ഉമ്മ ഹസൻ ബസരി തങ്ങളോട് പറയുമ്പോ മാനവർക്ക് വരാണ്. മാനവർക്ക് അള്ളാഹിനോട് പഠിച്ചവനെ ആ മോളെ നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോ മഹാനായ ഹസൻ ബസരി തങ്ങൾക്ക് ആ മോളെ സ്വപ്നം കാണും. ആദ്യത്തെ ദിവസം ഉമ്മാക്ക് മോളെ കണ്ടു. അതേ പെൺകുട്ടി രണ്ടാമത്തെ ദിവസം മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു സ്വപ്നത്തിലൂടെ കാണാൻ. എങ്ങനെ കണ്ടു? സ്വർഗത്തിൽ ഒരു സ്വർണത്തിന്റെ കിരീടങ്ങൾ തൊപ്പിയൊക്കെ ധരിച്ചിട്ട് ഭയങ്കരമായ സന്തോഷത്തിലാണ് ആ കുഞ്ഞുമോള്. ആ പെണ്ണുമോള് നല്ലോണം സന്തോഷിക്കുന്ന ഒരു കാഴ്ചയിലാണ് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു കണ്ടത്. കണ്ടപ്പോ ഹസൻ ബസരി തങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായി. ഇന്നലെ വന്നിട്ട് ഉമ്മ ബേജാറ് പറഞ്ഞ മോൾ ഇന്ന് സ്വർഗത്തിലാണ്, സന്തോഷത്തിലാണ്. മഹാനായ ഹസൻ ബസരി തങ്ങൾ ആ മോളോട് സ്വപ്നത്തിലൂടെ ചോദിച്ചു, എന്റെ മോളെ എന്താ അവസ്ഥ? ഞാൻ നിന്നെ കുറിച്ചു ഉമ്മ വന്നിട്ട് ബേജാറ് പറഞ്ഞതല്ലേ, ഇപ്പോ നിന്നെ കാണുമ്പോൾ ഭയങ്കര സന്തോഷാണല്ലോ, എന്താണ് കാര്യം? അപ്പോ ആ മോള് പറഞ്ഞത് മഹാനായ ഉസ്താദ് ബൈത്തിലൂടെ പറയാം, കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി. ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി. ഞാൻ കിടക്കുന്ന ഖബർസ്ഥാനിന്റെ അരികിലൂടെ ഏതോ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തു പോയി. ആ മഖ്ബറയുടെ മുന്നിലൂടെ നടന്നു പോകുമ്പോ കിടക്കുന്ന ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്തതാണ്. ഒരൊറ്റ സ്വലാത്ത് ഞങ്ങൾക്ക് സുന്നത്തുണ്ട്. ഏതെങ്കിലും ഖബർസ്ഥാനെ കാണുമ്പോ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. അത് കഴിഞ്ഞിട്ട് ഒരു സ്വലാത്ത് എന്നറിയോ? അല്ലാഹുമ്മ ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹഖി ആലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുഅദ്ദിബു ഹാദിഹിൽ ഖുബൂർ. എന്നൊരു സ്വലാത്ത്. അച്ചവനെ ഹബീബായ തങ്ങളെ കൊണ്ട്, അവിടുത്തെ ആലിനെ കൊണ്ട്, കുടുംബത്തിനെ കൊണ്ട് ഈ ഖബറാളികളെ നീ ശിക്ഷിക്കല്ലേ അല്ലാഹ്. ഇത് മഹാന്മാരെ പഠിപ്പിച്ചതാണ്. ഖബർസ്ഥാനെ കാണുമ്പോൾ വെറും സലാം പറയാൻ മാത്രമല്ല, ഇങ്ങനെയുള്ള ഒരു ദ്വാരം അവർക്ക് നടത്തി കൊടുക്കണം. എന്തിനാ? ഹസൻ ബസരി തങ്ങളോട് ആ മോള് പറഞ്ഞു, ഉസ്താദേ ഞാൻ കിടക്കുന്ന
കിട്ടുന്ന കബറിന്റെ അരികിലൂടെ ഏതോ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്വലാത്ത് ചൊല്ലി ഹദിയ ചെയ്തതാണ്. 3 സ്വലാത്തല്ല, 1000 സ്വലാത്തല്ല, അല്ല സ്വലാത്ത് മജ്‌ലിസല്ല, ഒറ്റ സ്വലാത്ത് ചൊല്ലിയിട്ട് ഹദിയ ചെയ്തതാണ്. അപ്പോൾ പറഞ്ഞു, അതിൽ പെട്ട് ഞാനും വന്ന് കിട്ടി നജാത്ത്. അങ്ങനെ ആ സ്വലാത്ത് ചൊല്ലുമ്പോ ഉസ്താദേ ഞങ്ങൾക്ക് വലിയ സന്തോഷം കിട്ടി. ഇന്നലെ വരെ വലിയ ബേജാറായിരുന്ന ഞാനും എന്റെ കൂടെ ഒരുപാട് മുഅ്മിനീങ്ങളും ഖബറിലായിരുന്നു, എല്ലാവരും ബേജാറിലായിരുന്നു. എല്ലാവർക്കും ആ സ്വലാത്ത് കൊണ്ട് വലിയ സലാമത്ത് കിട്ടിപ്പോയി. അതുകൊണ്ട് അവസ്ഥ പറഞ്ഞു, സുഹൃത്തുക്കളെ അതുകൊണ്ട് ചെല്ലു സ്വലാത്ത്. അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചെല്ലണേ, സ്വലാത്ത് ധാരാളമായി നിങ്ങൾ ചെല്ലണേ. കാരണം അതുകൊണ്ട് കിട്ടുന്ന നേട്ടം വലുതാണ്. ഇത് സ്വന്തത്തിന്റെ സ്വലാത്തല്ല, ആരോരാണ് ചെല്ലിയ സ്വലാത്ത് കൊണ്ട് ഒരു കുഞ്ഞുമോൾക്ക് അല്ലാഹു സ്വർഗത്തിൽ ഉയർന്ന ദാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വന്തമായി നമുക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം എത്രയായിരിക്കും? നമ്മുടെ സ്വന്തമായി നമുക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ, നമ്മുടെ സലാമത്തിന് വേണ്ടി, നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി, ഈമാനോടെ മരിച്ചു കിട്ടാൻ വേണ്ടി, നാളെ സ്വർഗത്തിൽ ഹബീബായ തങ്ങളുടെ ശഫാഅത്ത് കൈവറ്റി സ്വർഗത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന കൂലി എത്രയായിരിക്കും നിങ്ങള്? അതുകൊണ്ട് ചെല്ലണം. വെള്ളിയാഴ്ച രാത്രി, രജബിന്റെ വെള്ളിയാഴ്ച രാത്രിയാണ്. അൽഹംദുലില്ലാ, പ്രാവശ്യം 5 വെള്ളിയാഴ്ച രാത്രി, രജബിന് 5 ഒന്ന് കഴിഞ്ഞത് അല്ലെ. ഇനി ഇന്നോട്ട് 3 സലാത്തിന്റെ രാത്രികൾ, വെള്ളിയാഴ്ച രാത്രികൾ റജബിൽ എപ്പോഴും കിട്ടുന്നതല്ലേ, എപ്പോഴെങ്കിലും ഒരുക്കം കിട്ടുന്നതാണ്. അല്ലെങ്കിൽ മാസത്തിൽ 4 സലാത്ത്. ഇപ്പൊ ഈ മാസത്തിൽ 5 വെള്ളിയാഴ്ച രാത്രി അന്ന് കഴിഞ്ഞു, ഇന്ന് കടന്നു വരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് 3 രാത്രി നമുക്ക് തൗഫീഖ് ചെയ്യും. അപ്പൊ സലാത്ത് ചെല്ലണം, ധാരാളം ചെല്ലണം. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അല്ലാഹുവിന്റെ അടുത്ത് ഫദലായി കിട്ടുന്ന ഏറ്റവും വലിയ കാര്യതാണ്. കുറെ ഇബാദത്ത് ചെയ്തിട്ട് സ്വലാത്തില്ലെങ്കിൽ ഒരു ഗുണം ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ അടുത്ത് ഖബൂലിയത്താവണമെങ്കിൽ, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് സ്വലാത്താണ്. സ്വലാത്ത് ധാരാളം ചെല്ലാം. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പടച്ചവനെ, ധാരാളം ജീവിതത്തിൽ ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. മറ്റുള്ള ആളുകളെ കൊണ്ട് സ്വലാത്ത് ചെല്ലാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കാറുണ്ട്. പടച്ചവനെ, അതൊക്കെയും ആഖിറത്തിൽ ഉപകരിക്കുന്ന, മരിക്കുമ്പോൾ നമ്മുടെ ഈമാനെ സലാമത്തായി കിട്ടാൻ ഞങ്ങളെ സഹായിക്കുന്ന അമലായി നീ കബൂലാക്കണേ അല്ലാഹ്. ഓരോ ആഴ്ചകളിൽ നമ്മുടെ പള്ളിയിൽ, അതുപോലെ നമ്മുടെ നാടുകളിലുള്ള ഓരോ വീടുകളിൽ, ഓരോ സ്ഥലങ്ങളിൽ, ഓരോ പള്ളികളിലും ധാരാളമായി സ്വലാത്തുകൾ പറയാണ്ട് പടച്ചോനെ ചെല്ലാറുണ്ടല്ലോ. പടച്ചോനെ, അത് കാരണമായി നമ്മുടെ നാട് മുഴുവനും നിന്റെ ഖൈറാത്തുകളും ബറകാത്തുകളും സന്തോഷങ്ങളും ധാരാളമായി നീ ചൊരിയണേ അല്ലാഹ്. നമ്മുടെ നാട്ടുകാരിൽ പലരും നാട്ടിലും ഗൾഫിലും പല രൂപത്തിലുള്ള കച്ചവടങ്ങളും പല പ്രവർത്തനങ്ങളും ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ച് മുഗറാൻ എന്ന് പറയുന്ന ഈ വിശാലമായ നാടിൽ എത്രയോ ആളുകൾ ബിസിനസ് ചെയ്ത് ജീവിക്കുന്നവരാണല്ലോ. പടച്ചവനെ, രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നു അല്ലാഹ്. ഭാര്യമക്കളെ നോക്കാനാണ്, കടങ്ങളെ വീടാനാണ് അല്ലാഹ്. കടലിൽ പോയി അധ്വാനിക്കുന്ന തൊഴിലാളികളുണ്ട് അല്ലാഹുവേ. കഷ്ടപ്പെട്ട് പല രൂപത്തിലുള്ള ജോലിയെടുക്കുന്ന ആളുകളുണ്ട്. എല്ലാവർക്കും അർഹമായ ബറക്കത്തുകളും ഖൈറാത്തുകളും സന്തോഷങ്ങളും നീ ചൊരിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരെയും നീ ബേജാറിലാക്കല്ലേ അല്ലാഹ്. ആരോഗ്യത്തിന്റെ പ്രശ്നം നൽകല്ലേ അല്ലാഹ്. കടക്കാരാക്കല്ലേ അല്ലാഹ്. സാമ്പത്തികമായി തളർച്ച നൽകല്ലേ അല്ലാഹ്. എല്ലാ രൂപത്തിലും ഞങ്ങൾ ചെല്ലുന്ന സ്വലാത്ത് കൊണ്ട് മാരകമായ സർവ്വവിധ പ്രശ്നങ്ങളിൽ നിന്ന്, വൈറസുകളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, വരാവുകളിൽ നിന്ന് യാ അല്ലാഹ് നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കാവൽ നൽകണേ അല്ലാഹ്. എല്ലാ ദിവസങ്ങളിലും വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവരാണ്. പ്രവാസികളായി അധ്വാനിക്കുന്ന പലരും ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവരാണ്. പടച്ചവനെ, എല്ലാ സെക്കൻഡുകളിലും നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകുന്ന, നിന്റെ പ്രത്യേകമായ കാവൽ നൽകുന്ന, ഒരു അപകടത്തിലും ആരെയും നീ പെടുത്തല്ലേ അല്ലാഹ്. നീ സലാമത്താക്കണേ അല്ലാഹ്. എത്രയോ നമ്മുടെ കുടുംബക്കാർ മരിച്ചുപോയുണ്ട്. നമ്മുടെ ഗീരിച്ചാന്റെ ഉപ്പാന്റെ പെങ്ങള് മരിച്ചുപോയി. പടച്ചവനെ, യാ അല്ലാഹ്, സൂറാന്റെ പേരുള്ള ഒരു ഉമ്മയാണ്. അങ്ങനെ എത്ര ഉമ്മമാർ മരിച്ചുപോയി, എത്ര മുഅ്മിനീങ്ങൾ മരിച്ചുപോയി. അല്ലാഹ്, അവർക്കൊക്കെയും നീ മഗ്ഫിറത്ത് നൽകുന്ന, റഹ്മത്ത് നൽകുന്ന, അവരുടെ ബർസഖിയായ ലോകം നീ റാഹത്തുള്ള ലോകമാക്കണേ അല്ലാഹ്. കഴിഞ്ഞ റമദാനിന്റെ പുണ്യ ദിവസങ്ങളിൽ, അതിന് മുമ്പ് കഴിഞ്ഞു പോയ റമദാനിന്റെ ദിവസങ്ങളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന എത്ര ആളുകൾ പടച്ചവനെ, ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ എത്ര മുഅ്മിനീങ്ങൾ മരിച്ചു, എത്ര മുഅ്മിനാത്തുകൾ മരിച്ചു. പലരുടെയും മരണങ്ങൾ വെള്ളിയാഴ്ച രാത്രികളിലായിരുന്നു, പകലുകളിലായിരുന്നു. റമദാനിന്റെ
പുണ്യമായ 27ന്റെ രാത്രിയിൽ പോലും മരിച്ചുപോയ ഉമ്മമാരി നാട്ടിന്റെ വളച്ചോനെ അവർക്കെല്ലാം നീ സ്വർഗം നൽകണേ അല്ലോ, ഉന്നത പദവി നൽകണേ അല്ലോ. അതുപോലെയുള്ള നല്ല മരണം, ഈമാനുള്ള മരണം, നല്ല രാത്രി, നല്ല പകല്, നല്ല മാസം, നല്ല സമയം നീ പൊരുത്തപ്പെടുന്ന രൂപത്തിലുള്ള മരണം സാധുക്കളായ ഞങ്ങൾക്കും സമ്മാനമായി നീ നൽകണേ അല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم.